ഇറാനെ തീർത്തു എന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാൻ ചാരമായി എന്നും ഇറാൻ്റെ സാമ്പത്തിക ആയുധ സംഭവങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്നും അമേരിക്ക അവകാശപ്പെടുന്നു. ഇനി ഹോർമുസ് മാത്രമാണ് വിഷയം. ആ ഹോർമുസിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇറാൻ്റെ അവിടുത്തെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ മറ്റ് ലോകരാജ്യങ്ങൾ സഹായിക്കണം എന്ന് ട്രംപ് ആവശ്യപ്പെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ലോകരാജ്യങ്ങളിൽ മറ്റാരും ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിലാണ് ഹോർമുസിൽ ഇറാൻ്റെ നിർണായക പ്രഖ്യാപനം വരുന്നത്. ഇറാൻ പറയുന്നു നിയന്ത്രണമുള്ളത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും മാത്രമാണ്, മറ്റു രാജ്യങ്ങൾക്ക് നിയന്ത്രണമില്ല എന്നുള്ളത് പ്രധാനമാണത്. കാരണം ഇന്ത്യക്കടക്കം വലിയ ആശ്വാസവുമാണ്. പ്രധാനപ്പെട്ട വാർത്തയാണത്. അതിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ഹോർമുസിൽ നിർണായക തീരുമാനം പ്രഖ്യാപിച്ച ഇറാൻ. വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ആശ്വാസം. കടലിടുക്ക് കടന്ന 2 ഇന്ത്യൻ LPG ടാങ്കറുകൾ നാളെയും മറ്റന്നാളുമായി ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തും. പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ. നിലവിൽ 3 യുദ്ധക്കപ്പലുകൾ ഒമാൻ ഉൾക്കടലിൽ. ഹോർമുസ് കടക്കുന്ന കപ്പലുകൾക്ക് അകമ്പടി സേവിക്കും. ഹോർമുസ് കടലിടുക്കിന്റെ വടക്ക് ഭാഗത്ത് അവശേഷിക്കുന്നത് 22 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ. ഖാർഗ് ദ്വീപിലെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ്. എണ്ണക്കപ്പലുകളെ ആക്രമിക്കുന്നത് ഇറാൻ നിർത്തിയില്ലെങ്കിൽ ഖാർഗിലെ എണ്ണ ശുദ്ധീകരണ സംവിധാനങ്ങൾ ചാരമാക്കുമെന്ന് ഭീഷണി. ഖാർഗ് ദ്വീപിൽ 90-ലേറെ ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് US. ഇറാന്റെ മറുപടി UAEയിൽ. US-ന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ആക്രമണം. ഡ്രോൺ കഷ്ണം വീണ് ഫുജൈറയിലെ അസംസ്കൃത എണ്ണ കയറ്റുമതി ടെർമിനലിന് തീപിടിച്ചു. റുവൈസ് എണ്ണ ശുദ്ധീകരണശാല അടച്ചു. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വിറ്റഴിയുന്നത് ചൂടപ്പം പോലെ. കയറ്റുമതിയിലൂടെ മാത്രം ഇന്ത്യക്ക് $500 കോടി വരുമാനം. കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ അന്തിമ ചർച്ചകളിൽ നിരവധി രാജ്യങ്ങൾ. ആലുവാതിൽ കൊലക്കേസിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. പ്രതികൾ സഞ്ചരിച്ച വാഹനവും കസ്റ്റഡിയിൽ. പിടിയിലായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. LPG പ്രതിസന്ധി നേരിടാൻ ശക്തമായ നടപടികളുമായി രാജ്യം. ഇന്ത്യൻ കപ്പൽ ശിവാലിക് നാളെ മുന്ദ്ര തുറമുഖത്തെത്തും. കൂടുതൽ കരുതൽ നടപടികളുമായി സംസ്ഥാന സർക്കാരും. സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ വാർ റൂം സജ്ജം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. മുന്നണികളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുന്നു. ഹൈക്കമാൻഡിന്റെ അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങാതെ K. സുധാകരൻ. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അമിത് ഷാ. പഞ്ചാബിൽ ഇനി ഛോട്ടാ ഭായിയായി തുടരാൻ BJP ഇല്ലെന്നും പ്രഖ്യാപനം. ശിരോമണി അകാലിദളുമായി സഖ്യത്തിനില്ല. പാകിസ്ഥാൻ ക്രിക്കറ്റിൽ പുതിയ വിവാദം. സൂപ്പർ താരങ്ങൾ ലോകകപ്പ് കളിച്ചത് പൂർണ്ണ കായികക്ഷമതയില്ലാതെ എന്ന ആരോപണവുമായി സെലക്ഷൻ കമ്മിറ്റി അംഗം ബാബർ അസം, ഫഖർ ഖാൻ, സൽമാൻ മിർസ എന്നിവർക്കെതിരെ ആരോപണവുമായി അക്യൂബ് ജാവേദ്. ബോർഡ് അന്വേഷണം നടത്തണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക് കടക്കണം. ഇറാന്റെ അപ്രതീക്ഷിത നീക്കം ലോകത്ത് വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യക്ക് മറ്റ് ലോകരാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമില്ലാത്തത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രം. നിർണായകമായ ഈ ചുവടുമാറ്റം ഇറാൻ നടത്തിയിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ്. അവർ പറയുന്നു ഹോർമുസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമാണ് എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രധാനമായ ഈ തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത് എന്നത് നിർണായകമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇക്കാര്യം പ്രഖ്യാപിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തന്ത്രപ്രധാനമായ പാതയാണ്. അതിപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ വിലക്കുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിൻ്റെയും കപ്പലുകൾക്ക് മുന്നിൽ മാത്രമാണ്. അല്ലാതെ പാത പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് പറയുകയാണ്. തുറന്നു കിടക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെയും നമ്മളെ ആക്രമിക്കുന്ന അവരുടെ സഖ്യകക്ഷി രാജ്യങ്ങളുടെയും കപ്പലുകൾക്കും ടാങ്കറുകൾക്കും മുന്നിൽ മാത്രമാണ് ഹോർമുസ് അടയുക എന്ന് പറയുകയാണ് ഇറാൻ. എല്ലാ സ്വാതന്ത്ര്യവും മറ്റ് രാജ്യങ്ങൾക്കുണ്ട് എന്നും അബ്ബാസ് അരാഗ്ചി
പ്രധാനമായും പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നൂറുകണക്കിന് കപ്പലുകൾ ഈ പാതയിൽ കുടുങ്ങിക്കിടക്കുന്നതിനിടയിലാണ്. അത് ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള കപ്പലുകളുണ്ട്. ഇറാന്റെ വളരെ പ്രധാനമായ ഈ പ്രസ്താവന വരികയും മറ്റും ചെയ്യുന്നത് അത് അമേരിക്കയും ഇസ്രായേലിനെയും വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇറാനെ ആക്രമിക്കുന്നവർക്ക് മാത്രമാണ് നിയന്ത്രണമെന്നും മറ്റ് ലോകരാജ്യങ്ങൾക്ക് നിയന്ത്രണമില്ല എന്നും പറയുമ്പോൾ ലോകത്തിന് മുന്നിൽ തങ്ങൾ കാരണം ഒരു പ്രതിസന്ധി മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ കൂടി ഇറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇറാൻ പറഞ്ഞു കേട്ടോ. റഷ്യയും ചൈനയും ഇറാന് സൈനിക പിന്തുണ നൽകുന്നുണ്ടെന്നും അവർ ഇറാന്റെ നയതന്ത്ര പങ്കാളികളാണെന്നുമായിരുന്നു അരാക്ചിയുടെ മറുപടി. വലിയ സഹകരണം ഇരു രാജ്യങ്ങളുമായി ഉണ്ട് എന്നും അത് തുടരുന്നുവെന്നും ഇറാൻ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, നിർണായകമായ പ്രസ്താവനയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, സംശയമില്ല. മറ്റ് ലോകരാജ്യങ്ങൾക്ക് ആശ്വാസമാണ്. ഒപ്പം തന്ത്രപ്രധാനമായ ചില നീക്കങ്ങളും ഇത് സംബന്ധിച്ച്. കാരണം ലോകരാജ്യങ്ങൾ ഒട്ടാകെ ഇറാനെ കുറ്റപ്പെടുത്തുമല്ലോ അവരുടെ ഓയിൽ നീക്കവും മറ്റും നിലച്ചാൽ. പല ക്ഷാമങ്ങളും അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ നീക്കം നിർണായകമാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ ഒട്ടാകെ കടുത്ത പ്രതിസന്ധി തന്നെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നേരിടുന്നുണ്ട്. പല രാജ്യങ്ങളും പല നിയന്ത്രണങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തി വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ മുൻപ് തന്നെ അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, അതുപോലെ ഉത്തര കൊറിയ, തായ്ലൻഡ് അടക്കം നിരവധി രാജ്യങ്ങളിൽ നിയന്ത്രണം വന്നു കഴിഞ്ഞു. അതുപോലെ ശ്രീലങ്കയും ബംഗ്ലാദേശും കടുത്ത പ്രതിസന്ധിയിലാണെന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ LPGയുടെ വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരവാദികൾ അമേരിക്കയും ഇസ്രായേലുമാണ്, തങ്ങളല്ല എന്ന് തന്നെയാണ് ഇറാന്റെ പുതിയ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത്. അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയാണ് ഇപ്പോൾ നിലവിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഹോർമുസ് കടലിടുക്ക് തുറന്നു തന്നെ കിടക്കുകയാണ്. ഇത് തെറ്റായ പ്രചരണം നടത്തുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. മറ്റ് രാജ്യങ്ങളെ തങ്ങൾക്കെതിരെ തിരിക്കുകയാണ് ഇതുവഴി അവർ ലക്ഷ്യമിടുന്നത്. ഹോർമുസ് കടലിടുക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങൾ അടച്ചിട്ടില്ല. അത് ആകെ അടഞ്ഞു കിടക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിന് മുന്നിലും അതുപോലെ അവരുടെ സഖ്യകക്ഷികൾക്ക് മുന്നിലും മാത്രമാണ്. ഇവരുടെ കപ്പലുകളെ ഒരിക്കലും മേഖലയിലൂടെ യാത്ര ചെയ്യാൻ തങ്ങൾ അനുവദിക്കില്ല. എന്നാൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് മേഖലയിലൂടെ സ്വതന്ത്രമായി പഴയതുപോലെ തന്നെ യാത്ര ചെയ്യാമെന്നാണ് അബ്ബാസ് അരക്ചി നിലവിൽ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിനിടെയാണ് ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ് കൂടി ഇതിൽ ശ്രദ്ധേയമായിട്ട് വരുന്നത്. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്കായി അതുവഴി വ്യാപാരം നടത്തുന്ന എല്ലാ രാജ്യങ്ങളും ഒന്നിക്കണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിനൊരു കൃത്യമായ മറുപടി കൂടിയാണ് നിലവിൽ അബ്ബാസ് അരക്ചിയുടെ ഈ പ്രസ്താവന എന്ന് പറയുന്നത്. അതായത് മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ ഒരു സൗഹൃദത്തിനാണെങ്കിലും മറ്റ് നയതന്ത്ര ബന്ധത്തിനാണെങ്കിലും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നതുകൂടി ഇതിലൂടെ അവർ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഇറാനകത്തുള്ള ഒരു മിലിറ്ററി വിങ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചില അയൽ രാജ്യങ്ങളിൽ US-ഉം ഇസ്രായേലും അവരുടെ അതായത് ഇറാൻ്റേതിന് സമാനമായിട്ടുള്ള ചില ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നുണ്ട്. ഇതൊരു ഷാഡോ അറ്റാക്കാണ്. ഇതുവഴി അവർ ഇറാനെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇറാൻ്റേതിന് സമാനമായിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് അയൽ രാജ്യങ്ങളായിട്ടുള്ള തുർക്കി അതുപോലെ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്നു. ഇതുവഴി ഇതിൻ്റെ പഴി നേരെ ഇറാൻ്റെ തലയിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് അവർ വ്യക്തമാക്കിയത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ ഇതേപോലെ സമാനമായിട്ടുള്ള രീതിയിൽ ഈ മറ്റ് രാജ്യങ്ങൾ നടന്നിരുന്നു. ഇറാഖിൻ്റെ പല പ്രദേശങ്ങളിലേക്കും ഈ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ തന്നെ തുർക്കിയിൽ ഉൾപ്പെടെ ആക്രമണം നടന്നിരുന്നു. അപ്പോൾ ഇതിലും തങ്ങളെ പഴിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇറാൻ നിലവിൽ വ്യക്തമാക്കുന്നത്. തീർച്ചയായും മറ്റൊന്ന് ഖാർഗ് ദ്വീപുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അജയ്, അതിൽ ട്രംപ് പറയുന്നത് ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി ടെർമിനലായ ഖാർഗ് ദ്വീപിലെ സൈനിക സംവിധാനങ്ങൾ അത് പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. US പ്രസിഡന്റ് ഇക്കാര്യം അവകാശപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണക്കപ്പലുകളെ ആക്രമിക്കുന്നത് ഇറാൻ നിർത്തിയില്ലെങ്കിൽ ഖാർഗിലെ എണ്ണ ശുദ്ധീകരണ സംഭരണ സംവിധാനങ്ങൾ ചാരമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപ്. ഇസ്രായേലും US-ഉം ചേർന്ന് ഇറാനോട് ചേർന്ന് നടത്തുന്ന യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കവെയാണ് ആഗോള ഇന്ധന പ്രതിസന്ധി പൂർവാധികം പരിങ്കലിലാക്കുന്ന ട്രംപിൻ്റെ ഈ നടപടി വരുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഖാർഗ് ദ്വീപിൽ 90-ലേറെ ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്നും US പ്രസിഡന്റ് പറയുന്നുണ്ട്. ആക്രമണത്തിൽ എണ്ണയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് കേടുപറ്റിയിട്ടില്ലെന്നും അവകാശവാദമുണ്ട്.
പതിവ് പോലെ എണ്ണക്കയറ്റുമതി തുടർന്നെന്നുമൊക്കെ ഇറാന്റെ വാർത്താ ഏജൻസി പറയുന്നുണ്ട് എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനം, നാവികത്താവളം, വിമാനത്താവള നിയന്ത്രണ ഗോപുരം, എണ്ണഖനനം ചെയ്യുന്ന കമ്പനികളൊന്നിൻ്റെ ഹെലികോപ്റ്റർ ഇടുന്ന സ്ഥലം എന്നിങ്ങനെ US ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് US നാവികസേന കപ്പലുകൾ ഉടൻ അകമ്പടി നൽകുമെന്നും ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കാർഗുമായി ചേർത്ത് US നടത്തുന്നുണ്ട്. കാർഗിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ഇനി ആക്രമിക്കുമെന്നാണ്. അതായത് ഇറാൻ ഇനിയും ഹോർമുസിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിച്ചാൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം മാറ്റുമെന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കും. ലോകത്തിൻ്റെ എണ്ണ ലഭ്യതയ്ക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപിൻ്റെ ഈ അവകാശവാദത്തെക്കുറിച്ച് അജയ് സുധാ ബിജു. ഇപ്പോൾ നിലവിൽ ഒരു ഓയിലുമായി ചേർന്ന് നിൽക്കുന്ന ഒരു യുദ്ധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഒരു പെട്രോ ഡോളർ കൺസെപ്റ്റിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയുടെ ലോക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ഇറാൻ ഇതുവഴി ലക്ഷ്യമിട്ടിരുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ഒരു ലോക പോലീസ് എന്നുള്ള ആ സ്ഥാനം അത് തകർക്കുക, അമേരിക്കയെ സാമ്പത്തികമായി വെല്ലുവിളിക്കുക, ഇതൊക്കെ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു. അപ്പോൾ ഇതിന് പകരം എന്നുള്ള രീതിയിലാണ് ഇറാനുള്ളിലെ തന്നെ നിരവധി ഈ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയുടെ ആക്രമണം നടന്നത്. ഇതിന് നേരത്തെ തന്നെ സമാനമായിട്ടുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഈ കാർഗ് ദ്വീപിൽ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം അത് തീർച്ചയായിട്ടും ഇറാൻ അത് മുൻപത്തേതിനേക്കാളുമൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് അവർ ഇത് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് സാധൂകരിക്കുന്ന ചില കമൻസ് ആണ് അവരുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഇപ്പോൾ ആർമി വിഭാഗമായിട്ടുള്ള IRGCയുടെ ഭാഗത്തു നിന്നെല്ലാം പുറത്തു വന്നിരുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ IRGC പുറപ്പെടുവിച്ച ഒരു ഉത്തരവെന്ന് പറയുന്നത് മറ്റ് ഗൾഫ് നാടുകളിലുള്ള ഈ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്ന സാധാരണക്കാർ അവർ ഉടൻ തന്നെ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നൊരു നിർദ്ദേശം IRGCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ബാസ് അരക്ചി മറ്റൊരു നിർദ്ദേശം നൽകുന്നു. മേഖലയിലുള്ള US-ന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ, US-മായി ചേർന്ന് നിൽക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ അവ ഉടൻ തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അതിനു നേരെ ആക്രമണം ഉണ്ടാകും. ഇവിടങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ കൂടി ജാഗ്രത പാലിക്കണമെന്ന് അബ്ബാസ് അരക്ചി വ്യക്തമാക്കുന്നു. അതുപോലെ US-ന്റെ ബാങ്കുകളും പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ഇപ്പോൾ തന്നെ നിലവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികമായി രണ്ട് രാജ്യങ്ങളെയും പരസ്പരം ഇരു രാജ്യങ്ങളിലുമുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുക, അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറബ് നാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ US-ന്റെ സൈനിക താവളങ്ങൾ മാത്രമല്ല പ്രധാനമായിട്ടുമുള്ളത്. അപ്പോൾ US-മായി ചേർന്ന് പ്രവർത്തിക്കുന്ന, US-മായി ചേർന്ന് വ്യാപാരം നടത്തുന്ന നിരവധി എണ്ണ സംഭരണശാലകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ നിരവധി ബിസിനസ് കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ ദുബായിലൊക്കെ നിരവധി അത്തരം സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം ആക്രമണം നടത്തും എന്നൊരു ഭീഷണി നടത്തുമ്പോൾ അത് അമേരിക്കയെ സാമ്പത്തികമായി കൂടുതൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുക, അത് തന്നെയാണ് ഇറാന്റെ നിലവിലെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് പകരം ഈ ഭീഷണി വകവെക്കാതെയുള്ള ഇറാന്റെ മുന്നേറ്റവും പ്രധാനമാണ്. UAE-യിലെ US-ന്റെ കേന്ദ്രങ്ങളിലാണ് ഇറാൻ മറുപടി നൽകിയത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. UAE-യുടെ പ്രതിരോധ മിസൈലേറ്റ് ചിന്നിച്ചിതറിയ ഇറാൻ ഡ്രോണിന്റെ കഷ്ണം വീണ ഫുജൈറയിലെ അസംസ്കൃത എണ്ണക്കയറ്റുമതി ടെർമിനലിന് തീപിടിച്ചു എന്ന വിവരം കൂടിയുണ്ട്. ഇതേ തുടർന്ന് ഇവിടുത്തെ ചില ശാലകളിൽ നിന്ന് ഉള്ള കയറ്റുമതി UAE തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. റുവൈസ് എണ്ണ ശുദ്ധീകരണശാല അടച്ചു. നമുക്കറിയാം, റുവൈസ് എണ്ണ ശുദ്ധീകരണശാല ലോകത്തിൻ്റെ എണ്ണ സൃഷ്ടിയുടെ വളരെ പ്രധാനപ്പെട്ട പരമപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു പ്രദേശമാണ്. ഖാർഗ് ദ്വീപിൽ വെള്ളിയാഴ്ച US നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് UAE ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ അവകാശം കണക്കിലെടുത്ത് UAE-യിൽ US-ന് താൽപ്പര്യമുള്ള തുറമുഖങ്ങൾ, കപ്പൽ തുറകൾ, സൈനിക താവളങ്ങൾ എന്നിവ ആക്രമിക്കുമെന്നായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പ്. ഇതനുസരിച്ച് ശനിയാഴ്ച ഇറാൻ 9 ബാലിസ്റ്റിക് മിസൈലുകളും, അതായത് ഇന്നലെ 33 ഡ്രോണുകളും അയച്ചതാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഡ്രോണുകൾ പലതും തകർത്തുവെങ്കിൽ പോലും ഇതിലെ ചീളുകളും മറ്റും വീണ് പല സ്ഥലങ്ങളിലും തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. ഇറാന്റെ പ്രതിരോധം അവസാനിക്കുന്നില്ല അജയ്. കൂടുതൽ മറുപടി ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അവരാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അനുഭവിക്കുന്നത്.
അതെ, ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്ന് അമേരിക്കയുടെ സാന്നിധ്യം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം എന്നൊരു നിർദ്ദേശമാണ് അബ്ബാസ് അരക്ചി കഴിഞ്ഞ ദിവസം കൂടി ഗൾഫ് നാടുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നയതന്ത്ര പ്രതിനിധികളെയും അവരുടെ അംബാസഡർമാരെയും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ അമേരിക്കയുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, അതുപോലെ ബാങ്കുകൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ എല്ലാത്തിനും നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ UAE-യിലുള്ള ഈ ഫുജൈറ ഓയിൽ റിഫൈനറി കേന്ദ്രത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം അത് വളരെ മാരകമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു. മേഖലയിൽ കടുത്ത തീപിടുത്തമുണ്ടായി, അവിടെ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ഒരു ജോർദാൻ സ്വദേശിക്കാണ് പരിക്കേറ്റതെന്നാണ് വിവരമുള്ളത്. മറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ, അതിൻ്റെ കണക്ക് എന്നിവ നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇതിലേക്ക് ഇപ്പോൾ നിലവിൽ ഈ നടന്നത് ഇറാൻ ഈ ഭീഷണി ഉയർന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മാത്രം നടന്ന ഒരു ആക്രമണമാണ്. ഇപ്പോൾ കൂടുതൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപം നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് IRGC ആവശ്യപ്പെടുമ്പോൾ തന്നെ ഇനി നടക്കുന്നത് ഒരു ഓയിൽ വാർ, അതായത് ഹോർമുസ് വഴിയുള്ള ഓയിൽ വാർ മാത്രമല്ല, ഇനി നേരിട്ട് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുക, അത് തന്നെയായിരിക്കും ഇനി പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാനുള്ളിലുള്ള ചില വൈദ്യുതി നിലയങ്ങൾ കേന്ദ്രീകരിച്ച് US ആക്രമണം നടത്തിയിരുന്നു. അവരുടെ ചില ഇത് കാരണം അവിടെ പവർ കട്ട് ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കടുത്ത ഭീഷണിയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചുണ്ടായത്. ഇപ്പോൾ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ ജലശുദ്ധീകരണശാലകൾ, ഇവയ്ക്ക് നേരെയുള്ള ആക്രമണം അത് ഇറാനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടത്തിവിടാൻ തന്നെയാണ്. നേരത്തെ ടെഹ്റാനിൽ ഉൾപ്പെടെയുള്ള നിരവധി എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നിലവിൽ ഇത്തരത്തിൽ ഈ ഖാർഗ് ഐലൻഡ് കേന്ദ്രീകരിച്ചുള്ള ഈ ആക്രമണം കൂടി നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയാൽ അത് തീർച്ചയായിട്ടും ഗൾഫ് മേഖലയിലുള്ള ഒരുപാട് സാധാരണക്കാരെയും അതുപോലെ തന്നെ പ്രവാസികളെ ഉൾപ്പെടെ അത് സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യത. തീർച്ചയായും അതാണ് മറ്റൊരു അവകാശവാദവുമായി ട്രംപ് വരുന്നത്. നമുക്കറിയാം, മൂന്നാമത്തെ ആഴ്ചയാണ് ഇറാനെ ആക്രമിക്കാനായി അമേരിക്കയും ഇസ്രായേലും ഒക്കെ തുടക്കമിട്ടിട്ട്. 3 ആഴ്ചക്കകം യുദ്ധം തീരുമെന്നായിരുന്നു ട്രംപിൻ്റെ അവകാശവാദം. ഇപ്പോൾ ഈ 3-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാനെ പൂർണ്ണമായും നശിപ്പിച്ചു എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇറാനെ അമേരിക്ക പൂർണ്ണമായും പരാജയപ്പെടുത്തി, പക്ഷേ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ഉള്ള ശ്രമത്തിലാണ് താൻ എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇറാനെ അമേരിക്ക സൈനികമായും സാമ്പത്തികമായും പരാജയപ്പെടുത്തുകയും പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ എത്തിക്കുന്ന രാജ്യങ്ങൾ ഈ പാത ശ്രദ്ധിക്കണം, ഇവിടെ ഞങ്ങളുടെ എല്ലാ സഹായവും ഉറപ്പാക്കും, എല്ലാം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ US മറ്റു രാജ്യങ്ങളെ ഏകോപിപ്പിക്കുമെന്നും മറ്റും ട്രംപ് പറയുകയാണ്. ഇന്നലെ ഇപ്പോൾ ഖാർഗ് ആക്രമണത്തിന് ശേഷവും ഇറാനെ നശിപ്പിച്ചുവെന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്നത് വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന്. ഈ 3-ാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം കടക്കുമ്പോൾ ഒരു വിലയിരുത്തൽ എന്താണ് അജയ് സുധാ ബിജു? ഇറാന്റെ പ്രതിരോധം തുടരുന്നുണ്ട്, പക്ഷെ അത് അടുത്ത സമയത്തായി ദുർബലമായി വരുന്നുണ്ട് താനും. ഇസ്രായേലിലേക്ക് മറ്റുമുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഓരോ മിസൈലുകൾ പൊട്ടിക്കുമെന്നല്ലാതെ ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആക്രമണങ്ങൾ അത് സജീവമായി തന്നെ തുടരുന്നു എന്ന് പറയുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇറാനകത്തുള്ള പല കേന്ദ്രങ്ങളിലേക്കും ഇപ്പോഴും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണമുണ്ട്. അവിടങ്ങളിലുള്ള ഇപ്പോൾ പല മേഖലകളിലും അവിടെ മധ്യമേഖല കേന്ദ്രീകരിച്ചൊക്കെ കഴിഞ്ഞ ദിവസം 15 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇസ്രായേലിന് നേരെ ഇപ്പോഴും മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം അടക്കമുണ്ട്. ഇന്ന് രാവിലെ കൂടി ഇപ്പോൾ IDF-ന്റെ ഭാഗത്ത് നിന്നൊരു അറിയിപ്പ് വന്നിരുന്നു. അതായത് നിരവധി മിസൈലുകൾ അവിടെ നിന്ന് വന്നതായിട്ട് അവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നിരവധി മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് IDF-ന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് അവിടെ ഒരു വടക്കൻ മേഖലയിലുള്ള ഒരു നഗരത്തിൽ വലിയ തീപിടുത്തം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മധ്യമേഖലയിലുള്ള ഇസ്രായേൽ കേന്ദ്രീകരിച്ചും ആക്രമണം ഉള്ളതായിട്ട് പറയുന്നു. നിരവധി ആളുകൾ ഇപ്പോഴും ഇസ്രായേലിനകത്ത് ബങ്കറുകൾക്കുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 3 ആഴ്ചയോളം കടക്കുമ്പോൾ അത് വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല ലെബനനിലും ആക്രമണം രൂക്ഷം തന്നെയാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പ്രസ്താവന ഇറക്കി. അതായത് നിരവധി ഇസ്രായേലി സൈനികരെ അവർ ആക്രമിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു എന്നെല്ലാം അവർ പ്രസ്താവന ഇറക്കി. എന്നാൽ ഇപ്പോഴും ലെബനനുള്ളിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ബെയ്റൂട്ടെല്ലാം കേന്ദ്രീകരിച്ച് നിരവധി സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ കെട്ടിടങ്ങളൊക്കെ തകർന്നു കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ലെബനനിൽ മാത്രം മരണസംഖ്യ
526 ആയതായിട്ടാണ് വിവരമുള്ളത്. ഇറാനിലുള്ള മരണസംഖ്യ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും 1500 കടന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതിനോടകം തന്നെ വീടുകൾ നഷ്ടമായതായിട്ടും പലരും ഇപ്പോൾ ടെഹ്റാനൊക്കെ വിട്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായിട്ടും എല്ലാം വിവരങ്ങളുണ്ട്. അപ്പോൾ ഈ യുദ്ധം കേന്ദ്രീകരിച്ച് കടുത്ത സാഹചര്യം തന്നെയാണുള്ളത്. ഗൾഫ് നാടുകളിലേക്ക് ഇന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യ 10ഓളം ഡ്രോണുകളാണ് ഇന്ന് രാവിലെ മാത്രം നശിപ്പിച്ചത്. UAE-യിലടക്കം ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ജോർദാനിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അവിടെ ഒരു ഡ്രോൺ അവശിഷ്ടം വീണിട്ടുള്ള ചില സംഭവങ്ങളെല്ലാം ഇപ്പോൾ നടന്നിരുന്നു. അപ്പോൾ കടുത്ത ആക്രമണം തന്നെ മേഖലയിൽ ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ട്. ഒരു പാർട്ടികളും പിന്നോട്ട് പോകാനില്ല എന്നുള്ള പ്രസ്താവന നടത്തുമ്പോൾ മേഖലയിലെ സാഹചര്യം അത് കൂടുതൽ ഗുരുതരം തന്നെയാണ്. തീർച്ചയായും. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ സംഘർഷഭരിതമായ ഹോർമുസ് കടലിടുക്ക് വഴി കടന്ന 2 ഇന്ത്യൻ LPG ടാങ്കറുകൾ, ഇന്ത്യൻ കപ്പലുകൾ നാളെയും മറ്റന്നാളുമായി ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തുമെന്ന് ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ പ്രത്യേക സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകളാണ് ഹോർമുസ് കടന്നത്. ഏകദേശം 92,700 മെട്രിക് ടൺ LPG ഉണ്ടെന്ന് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറ് ഭാഗത്തായി അവശേഷിക്കുന്ന 22 കപ്പലുകളാണ്. കടലിടുക്കിൻ്റെ വടക്ക് ഭാഗത്ത് അവശേഷിക്കുന്ന ഈ കപ്പലുകളിൽ 6 LPG കപ്പലുകളാണ്. 1 ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് കാരിയറാണ്. 4 ക്രൂഡ് ഓയിൽ ടാങ്കറുകളും 1 രാസവസ്തുക്കളുമുണ്ട്. 3 കണ്ടെയ്നർ കപ്പലുകളും 2 ബൾക്ക് കാരിയറുകളുമാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിലെ എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണ്. 24 മണിക്കൂറിനുള്ളിൽ അവരെ സംബന്ധിച്ച് യാതൊരു അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഏതാണ്ട് 2200ഓളം ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കപ്പലുകളിൽ ഉണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇവരെല്ലാം സുരക്ഷിതരാണ്. ഇന്ത്യയുടെ വലിയൊരു നയതന്ത്ര വിജയമായി ഇത് മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, പല രാജ്യങ്ങളും ഹോർമുസ് കടലിൽ കടക്കാൻ ധൈര്യപ്പെടാതിരിക്കുമ്പോൾ ഇന്ത്യയുടെ 2 കപ്പലുകളാണ് സുഗമമായി നമ്മുടെ പാചകവാതക വിതരണമടക്കം അതിൻ്റെ പ്രശ്നമടക്കം പരിഹരിക്കാനായി ഇന്ത്യയിലേക്ക് എത്തുന്നത്. നാളെയും മറ്റന്നാളും ഇന്ത്യയിലെ 2 പ്രധാന തുറമുഖങ്ങളിലേക്ക്, മുന്ദ്ര അടക്കമുള്ള പ്രധാന തുറമുഖങ്ങളിലേക്ക് എത്തുമെന്നാണ് വിവരം. ഇതിനിടയിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുകയാണ് ഇന്ത്യൻ നാവികസേന. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് ആയി കൂടുതൽ യുദ്ധക്കപ്പലുകളെ ഇന്ത്യ വിന്യസിച്ചു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടാതിരിക്കാനും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടാകുന്നത് ഒഴിവാക്കാനും മറ്റുമാണ്. അതായത് ഈ കപ്പലുകളുടെ ഇന്ത്യൻ നാവികസേനയുടെ അകമ്പടിയോടെയാണ് നമ്മുടെ കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്ക് കടക്കുന്നത്. ഇന്ത്യൻ പതാകയുണ്ടെങ്കിൽ ആ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ പറഞ്ഞ പശ്ചാത്തലമുണ്ട്. ഇതനുസരിച്ചുള്ള നടപടികൾ, ചർച്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമൊക്കെ ഇറാനുമായി നടത്തുന്ന പശ്ചാത്തലം ഉണ്ട്. 3 യുദ്ധക്കപ്പലുകൾ ഇതിനകം ഒമാൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കപ്പലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ആ കടലിലേക്ക് പോകും എന്നുമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത്. അങ്ങനെ സുരക്ഷിതമായി തന്നെ ജീവനക്കാർക്കടക്കം ഏതാണ്ട് 23,000-ഓളം ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. ഈ നാവികർക്ക് സുരക്ഷ ഉറപ്പാക്കും. ഒപ്പം ഈ കപ്പലുകൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇറാൻ അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. മനസ്സിലാക്കണം, ഓപ്പറേഷൻ സങ്കൽപ്പ്, ഇന്ത്യൻ കപ്പലുകൾക്ക് ഓപ്പറേഷൻ സങ്കൽപ്പിൻ്റെ ഭാഗമായാണ് നാവികസേന ഇതിന് പുതിയ ഓപ്പറേഷന് പേരിട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സങ്കൽപ്പ് നാവികസേനയുടെ അകമ്പടിയോടുകൂടി ഈ കപ്പലുകൾ ഇന്ത്യയിലെത്തും. മറ്റൊരു കൗതുകകരമായ വാർത്ത അത് പുറത്തു വരുന്നത് എവിടെയാണ്? ബെന്യാമിൻ നെതന്യാഹു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ ഉണ്ട്. ആ ചിത്രം, നമുക്ക് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം പുറത്തു വന്നതിൽ നോക്കുക, നെതന്യാഹുവിന് 6 വിരലുകളാണുള്ളത്. നെതന്യാഹുവിന് എങ്ങനെ 6 വിരലുകൾ വന്നു എന്നുള്ള ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇത് നെതന്യാഹു സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തി കാട്ടുമ്പോഴാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 6 വിരലുകൾ കാണുന്നത്. സാധാരണ നമുക്കൊക്കെ 5 വിരലുകളാണ്, 6 വിരലുകൾ കാണുന്നത്. മാർച്ച് 13-നാണ് ഈ വീഡിയോ പുറത്തിറങ്ങിയത്. ഈ പുറത്തിറങ്ങിയ വീഡിയോയിൽ കാണുന്ന വിരലുകൾ സംബന്ധിച്ച ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. ഇതൊരു AI വീഡിയോ ആണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ അവകാശപ്പെടുന്നത്. കാരണം ബെന്യാമിൻ നെതന്യാഹു ജീവനോടെ ഇല്ല, അതിന് പകരം ജീവനോടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായി AI വീഡിയോ ഇറക്കുകയാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ അബദ്ധം പറ്റിയിട്ടുള്ള എന്നുള്ള പ്രചാരണവും മറ്റുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ ഉള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായും ഇസ്രായേൽ നിഷേധിക്കുന്നുണ്ട്. അത്തരം വാർത്തകൾ തെറ്റാണ് എന്ന റിപ്പോർട്ടുകളും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ഈ വാർത്ത സോഷ്യൽ മീഡിയ ഇപ്പോൾ കത്തിച്ചിരിക്കുകയാണ് എന്നാണ് യാഥാർത്ഥ്യം.
മറ്റൊരു വാർത്ത, പശ്ചിമേഷ്യയിലടക്കമുള്ള യുദ്ധഭീതി മൂലം എല്ലാ രാജ്യങ്ങളും പ്രതിരോധ ബജറ്റ് വല്ലാതെ വർദ്ധിപ്പിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. അവിടെയാണ് ഇന്ത്യക്ക് വലിയ തോതിലുള്ള നേട്ടമുണ്ടാകുന്നത്. നമ്മുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ചൂടപ്പം പോലെ വിറ്റുപോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിലും മറ്റും പാകിസ്ഥാനെ വീഴ്ത്തിയ ബ്രഹ്മോസ് മിസൈലുകളാണിത്. പാകിസ്ഥാനൊക്കെ നമ്മുടെ നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ പ്രധാന കാരണം ഈ ബ്രഹ്മോസിൻ്റെ കരുത്തായിരുന്നു. ഇന്ത്യക്ക് $500 കോടി, ഏകദേശം 46,241 കോടി രൂപയുടെ കരാറാണ് ഈ ഒരു ദശാബ്ദത്തിലേക്ക് ഈ ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളാണ്. ശബ്ദത്തേക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകളാണ്. ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇതിനെ തകർക്കാനോ സാധിക്കാത്ത പശ്ചാത്തലമുണ്ട്. കരയിൽ നിന്നും, കടലിൽ നിന്നും, ആകാശത്ത് നിന്നും, അന്തർവാഹിനിൽ നിന്നും ഇത് തൊടുക്കാൻ സാധിക്കുമെന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏഷ്യൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഈ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള കരാറുകളിൽ ഒപ്പുവെക്കുന്നതിൻ്റെ അന്തിമ ചർച്ചകളിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അർമേനിയയിൽ ഇന്ത്യയുടെ ഈ ആയുധങ്ങൾ വലിയ ആഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അസർബൈജാന് നമ്മളെ ബ്രഹ്മോസ് കൊടുത്തിരുന്നു. അർമേനിയയ്ക്ക് നൽകിയിരുന്നു. അസർബൈജാന് ഇതുമായി ബന്ധപ്പെട്ട വലിയ ആഘാതമുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ത്യൻ ആയുധങ്ങൾ അന്താരാഷ്ട്ര പ്രതിരോധ മാധ്യമങ്ങളിൽ വൻ ചർച്ചാ വിഷയവുമാണ്. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ചും മറ്റും നമ്മളിപ്പോൾ ആയുധ ഉൽപ്പാദനവും മറ്റും കഴിഞ്ഞ വർഷങ്ങളായി ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് ബ്രഹ്മോസായി മാറുകയാണ്. അങ്ങനെ ലോകത്തുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിലും ബ്രഹ്മോസിനെ തകർക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം. ഇന്ത്യയും റഷ്യയും സംയുക്തമായാണ് ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണത്തിൽ ഉള്ളത്. മറ്റു വാർത്തയിലേക്ക് പോകണം. അത് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ചെന്നുപെട്ടിരിക്കുന്ന ഒരു നാണക്കേടാണ്. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗിനെ വിട്ട് ഒരു താരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗുമായി കരാറിലേർപ്പെട്ടിരിക്കുകയാണ്. സിംബാബ്വേയുടെ പേസർ ബ്ലസ്സിംഗ് മുസറബനിയാണ് ഇത്തരത്തിൽ ഒരു ചെയ്തത്. ഇത് ചില്ലറയൊന്നുമല്ല പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ താരത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പാക് ക്രിക്കറ്റ് ബോർഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. PSL ലേലത്തിൽ അൺസോൾഡായി ഇരുന്ന മുസറബനി പിന്നീട് വെസ്റ്റ് ഇൻഡീസ് താരം ഷമാർ ജോസഫിന് പകരമായി ഇസ്ലാമാബാദ് യുണൈറ്റഡുമായി കരാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ IPL നിന്നുള്ള ഓഫർ വന്നതോടെ PSL ഉപേക്ഷിക്കാൻ മുസറബനി തീരുമാനിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് PCB നഷ്ടപരിഹാരം ആവശ്യപ്പെടും. പക്ഷേ ഒരു കാര്യം എന്നുള്ളത്, പാകിസ്ഥാനിൽ നൽകുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലം നൽകിയാണ് മുസറബനിയെ കൊൽക്കത്ത പിടിച്ചത്. അതായത് 1.1 കോടി പാകിസ്ഥാൻ രൂപയ്ക്കാണ് മുസറബനിയെ എത്തിച്ചതെങ്കിൽ ഇതിൻ്റെ 36 ലക്ഷം രൂപ മാത്രമാണ് ഇന്ത്യൻ രൂപയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ 75 ലക്ഷം രൂപയ്ക്കാണ് മുസറബനിയെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എടുത്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ഇത് പാകിസ്ഥാനിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പാക് ലീഗിന് വലിയ നാണക്കേടുമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായി ഒരു താരം പാക് ക്രിക്കറ്റ് ലീഗ് വിട്ട് ഇന്ത്യൻ ലീഗിലേക്ക് ചേർന്നിരുന്നു. മറ്റൊരു വാർത്ത, ബംഗ്ലാദേശിനെതിരായ 2ാം ഏകദിനത്തിലെ ഒരു വിവാദ റണ്ണൌട്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ക്രിക്കറ്റ് ഫീൽഡിൽ അത് വലിയ ചർച്ചയായിരുന്നു. കാരണം ഒരു ബോളറുടെ കയ്യിൽ കിട്ടുമ്പോൾ ബാറ്റ്സ്മാൻ സൽമാൻ ആഗ ക്രീസിന് പുറത്തായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ പന്ത് തട്ടിയെടുത്ത് ഔട്ടാക്കുന്ന സംഭവമുണ്ടായി. അത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സൽമാൻ ആഗയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. നിയമപരമായി നിലനിൽക്കുമെങ്കിലും ക്രിക്കറ്റ് സ്പിരിറ്റിന് ചേർന്നതല്ല എന്നാണ് സൽമാൻ ആഗ പ്രതികരിച്ചിരിക്കുന്നത്. മത്സരത്തിൽ പാകിസ്ഥാന്റെ വിജയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സൽമാൻ ആഗ ഈ പ്രതികരണം നടത്തിയത്. സൽമാൻ ആഗ പുറത്തായത് 64 റൺസ് എടുത്തു കേട്ടോ. സൽമാൻ ആഗ ഈ പുറത്താകുന്നതിന് മുൻപ് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ മെഹദി ഹസൻ മിറാസാണ് സൽമാൻ ആഗയെ റണ്ണൌട്ട് ആക്കിയത്. അമ്പയർ ഔട്ട് വിളിച്ചതോടെ ഹെൽമറ്റും ഗ്ലൗസും വലിച്ചെറിഞ്ഞ ശേഷമാണ് സൽമാൻ ആഗ ഗ്രൗണ്ട് വിട്ടത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മാച്ച് റഫറി സൽമാൻ ആഗയെ താക്കീത് ചെയ്തു. ഒരു ഡീമെറിറ്റ് പോയിന്റും നൽകി. ക്രിക്കറ്റ് ഉപകരണങ്ങളെ ദുരുപയോഗം ചെയ്തതിന് ICC പെരുമാറ്റച്ചട്ടത്തിലെ ലെവൽ 1 ലംഘനമാണ് താരത്തിന് മേൽ ചുമത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഈ വിഷയത്തിൽ നിരവധി പ്രതികരണങ്ങൾ ക്രിക്കറ്റ് ലോകത്തുനിന്നുണ്ട്. ഇയാളുടെ മെഹദി ഹസന്റെ പ്രവൃത്തി ഒട്ടും ശരിയായില്ല എന്ന് നമ്മുടെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് കൈഫും വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. ഏതായാലും ഇത് ക്രിക്കറ്റ് വൃത്തങ്ങളിൽ വലിയ ചർച്ചയായ ഒന്നാണ്. ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റിന് ചേർന്നതല്ല, പക്ഷേ ക്രിക്കറ്റിൻ്റെ നിയമാവലി അനുസരിച്ച് അത് ഔട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു വിവാദം, പാകിസ്ഥാൻ ക്രിക്കറ്റിൽ വല്ലാതെ അലയടിക്കുന്ന ഒന്ന്, അവിടുത്തെ സെലക്ടർ കൂടിയായ ജാവേദ് അക്തറിൻ്റെ ഒരു പരാമർശമാണ്. ജാവേദ് അക്തർ പറഞ്ഞു വെക്കുന്നത്, ചില താരങ്ങൾ, അതായത് 2020 വേൾഡ് കപ്പിൽ കളിച്ച ചില താരങ്ങൾക്ക് സൂപ്പർ താരം ബാബർ അസം
ഫഖർ സമാൻ, സൽമാൻ മിർസ എന്നിവർ ലോകകപ്പ് കളിച്ചത് പൂർണ്ണ കായികക്ഷമത ഇല്ലാതെയാണ് എന്ന ആരോപണവുമായി അക്യൂബ് ജാവേദ് രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇക്കാര്യത്തിൽ ബോർഡ് അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ശനിയാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അക്യൂബ് ജാവേദ് ഇത്തരം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ലോകകപ്പിന് ശേഷം നാട്ടിലെത്തിയപ്പോഴാണ് താരങ്ങളുടെ പരിക്കിനെക്കുറിച്ച് സെലക്ടർമാർ അറിയുന്നത്. ഇക്കാര്യത്തിൽ ബോർഡ് അന്വേഷണം നടത്തണം. കാരണം ഇത്തരം ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് ഹെഡ് കോച്ചും ഫിസിയോയും നോക്കണം. അത് പരിക്കുണ്ടായിരുന്നുവെങ്കിൽ സെലക്ടർമാരെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഇവർക്കുണ്ട് എന്ന് അക്യൂബ് ജാവേദ് പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാന പ്രശ്നമായി മാറുന്നു. ഇതിനിടയിലാണ് സാങ്കേതികതയിലെ പിഴവുകൾ കൊണ്ടാണ് ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായത് എന്നും കഴിഞ്ഞ കുറേ നാളായി താരങ്ങളൊക്കെ മാറി നിൽക്കുന്നത് അതുകൊണ്ടാണ്, അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന വിശദീകരണമാണ് ഈ താരങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ അടുത്ത വർഷം പഞ്ചാബിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പഞ്ചാബിൽ ഇനി ചോട്ടാ ഭായിയായി തുടരാൻ BJPക്ക് താല്പര്യമില്ല എന്ന് അമിത് ഷാ വ്യക്തമാക്കുകയാണ്. ശിരോമണി അകാലിദളുമായി സഖ്യത്തിലില്ല എന്നും പറയുകയാണ്. പഞ്ചാബിനെ മയക്കുമരുന്ന് മാഫിയ, കടക്കണി എന്നിവയിൽ നിന്നും രക്ഷിക്കാൻ ഡബിൾ എഞ്ചിൻ സർക്കാർ വേണമെന്നാണ് മോഗയിലെ കിള്ളി ചഹ്ലാനിൽ നടന്ന ബദലാവ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത് ഷാ പറഞ്ഞത്. പഞ്ചാബിൽ BJP ഇനി രണ്ടാമതൊരു കക്ഷിയായി പ്രവർത്തിക്കില്ല. ഇതുവരെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ പങ്കാളികൾ ഉണ്ടായിരുന്നു. ഇന്നു മുതൽ പഞ്ചാബിൽ പങ്കാളികൾ ഉണ്ടാകില്ല. സ്വന്തം സർക്കാർ രൂപീകരിക്കാനുള്ള പ്രചാരണം ആരംഭിക്കുകയാണ് എന്നാണ് അമിത് ഷാ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതായാലും ഒരവസരം നൽകൂ എന്ന് അമിത് ഷാ പറയുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം BJPക്ക് അവിടെ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. പക്ഷേ പഞ്ചാബിൽ 19% വോട്ട് വീതം നേടാൻ കഴിഞ്ഞത് വലിയ കാര്യമായി അമിത് ഷാ ഉയർത്തിക്കാട്ടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഈ വോട്ട് വിഹിതത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത നേരത്തെയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകിയത്. ഒരുപാട് വാർത്തകൾ ബാക്കിയുണ്ട് പ്രേക്ഷകരെ. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയരുന്ന ശബ്ദങ്ങൾ.
കരുനാഗപ്പള്ളിയിൽ പട്ടാപ്പകൽ അലുവ അതുലിനെ കൊലപ്പെടുത്തിയ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മളെ ഇങ്ങനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. പട്ടാപ്പകലാണ്, ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ്, ദേശീയപാതയുടെ വളരെ കൃത്യമായ പ്രദേശമാണ്. അവിടെ ഒരു മനുഷ്യനെ, ഒരു ഗുണ്ടാ നേതാവാണ് ശരിയാണ്, പക്ഷേ ഒരു മനുഷ്യനെ പട്ടിയെ തല്ലുന്നത് പോലെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം വളരെ കൂളായി കാറിൽ കയറിപ്പോയ ഗുണ്ടാ സംഘങ്ങൾ, ഇവരിൽ മുഴുവൻ പേരും പിടിയിലായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. നേരിട്ട് പങ്കെടുത്ത 4 പേരടക്കമാണ് മുണ്ടക്കയത്തിന് അടുത്ത് നിന്ന് പോലീസ് പിടിച്ചത്. പോലീസ് സാഹസികമായാണ് ഇവരെ പിടിച്ചത്. നാട്ടുകാരുടെ സഹായമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികളെ കൊല്ലം പോലീസിന് കൈമാറി. മുണ്ടക്കയം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഇടുക്കി പോലീസാണ്, കോട്ടയം പോലീസാണ് പിടികൂടിയത്. അതിനുശേഷം കൊല്ലം പോലീസിന് കൈമാറി. ഇന്നലെ പുതിയകാവിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ സർവീസ് റോഡിലാണ് കേരളത്തെ ആകെ ഞെട്ടിച്ച ഈ കൊലപാതകം ഉണ്ടായത് എന്നുള്ളതാണ്. എസ് വിനീഷ് ഉണ്ട്. വിനീഷ്, ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവരും പിടിയിലായോ? തീർച്ചയായും രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നുണ്ട്. എന്നാലും നിലവിൽ 8 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേരെ ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു. അതായത് കൊല്ലത്ത് നിന്നാണ് 4 പേരെ പിടിയിലായത്. തുടർന്ന് 4 പേരെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം മുണ്ടക്കയത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അതിസാഹസികമായി പോലീസ് പിടികൂടുകയായിരുന്നു. ആദ്യം പിടിയിലായത് തഴവ സ്വദേശി നൌഫല്, അതുപോലെ തന്നെ ചവറ തെക്കുംഭാഗം സ്വദേശി ഷിനു പീറ്റർ എന്നിവരായിരുന്നു. അപ്പോൾ ഇവരിൽ നിന്നും കിട്ടിയ ചില നിർണായക വിവരങ്ങളാണ്. ഇത് തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് മറ്റ് 4 പ്രതികളെയും പിടികൂടാൻ സാധിച്ചതെന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. ഇതോടെ കേസിൽ 8 പ്രതികൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് 12 മണിക്ക് കരുനാഗപ്പള്ളിയിൽ വെച്ച് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം തന്നെ ഉണ്ടാകുന്നത്. ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതിയായ അലുവ അതുൽ ജാമ്യത്തിലിറങ്ങി, 1-ാം പ്രതി ജാമ്യത്തിലിറങ്ങി അതിന്റെ നടപടിക്രമങ്ങളായിട്ട് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തുകയും ഒപ്പിട്ടിട്ട് തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പിന്നിൽ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയും അലുവ അതിലിനോടൊപ്പം ഒരു കൂട്ടുപ്രതിയും ഉണ്ടായിരുന്നു. അലുവ അതിലിനെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായി. അങ്ങനെ കൂട്ടുപ്രതിയായ മനുവിന് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മനുവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മനുവിൽ നിന്നും കിട്ടിയ ചില നിർണായക വിവരങ്ങളാണ് ആരാണ് ഈ അക്രമത്തിന്റെ പിന്നിൽ എന്ന് പോലീസിന് അറിയാൻ സാധിച്ചു. അങ്ങനെ പോലീസിന് കുറച്ചു പേരുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിരുന്നു. അപ്പം നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ കടത്തൂർ വയനകം ഗുണ്ടാ സംഘങ്ങളുടെ ഒരു കുടിപ്പകയാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് പോലീസിന് മനസ്സിലായി. നിരവധി ഗുണ്ടാ സംഘങ്ങൾ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് ഉണ്ട്. ജിം സന്തോഷ് വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത അന്ന് പോലീസിന് ലഭ്യമാകുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ 8 പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വീണ്ടും പ്രതികളുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വീണ്ടും പ്രതികൾ അറസ്റ്റിലാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അനീർ, ഷംനാദ്, വിഷ്ണു, ഹുസൈൻ, ആഷിഖ്, നൌഫൽ എന്നിവരാണ് ഈ കോട്ടയത്ത് നിന്നും കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഇവർ ഈ കേസിൽ നേരിട്ട് പങ്കെടുത്തവരാണ്, ദൃശ്യങ്ങളിൽ കാണുന്നവരാണ് കഴിഞ്ഞ ദിവസം തന്നെ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ സഹായികളായ 2 പേരെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊല്ലത്ത് ചവറയിൽ നിന്നും കഴിഞ്ഞ ദിവസം തന്നെ പിടിയിലായത്. രഞ്ജിത്ത്. ശരി വിനീഷ്. മറ്റു വാർത്തയിലേക്ക് പോകണം. പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് പുതിയ LPG കണക്ഷൻ നൽകില്ല. PNG കണക്ഷൻ ഉള്ളവർ LPG സിലിണ്ടറുകൾ കൈവശം വെക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്നാണ് വിവരം. ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് ശേഷമുണ്ടായ ലഭ്യതക്കുറവ് പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ പാചകവാതക നീക്കം. പാചകവാതക ഉൽപ്പാദനം 31% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധി നേരിടുന്നതിന് സംസ്ഥാന സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ നിന്നും വാർ റൂം സജ്ജമാക്കി. പൊതുമേഖലാ ഗ്യാസ് ഏജൻസികളുടെ സ്റ്റോക്ക്, വരവ്, വിതരണം, നീക്കിയിരിപ്പ് അടക്കമുള്ള വിവരങ്ങൾ എല്ലാ ദിവസവും 11 മണിക്ക് മുൻപായി പൊതുവിതരണ വകുപ്പ് ശേഖരിക്കും. വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലെ നിയന്ത്രണത്തിൽ ഇളവുകൾ നൽകണമെന്ന് ഓയിൽ കമ്പനികളോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൃദ്ധസദനങ്ങൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, സുഭിക്ഷ ഹോട്ടലുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പാചകവാതകത്തിന് ക്ഷാമം നേരിട്ടതോടെ നോമ്പുതുറ വിഭവങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിരുന്ന ബേക്കറികളിലും കടുത്ത പ്രതിസന്ധി. ഗ്യാസ് ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കിയിരുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ ആകാതെ ദുരിതത്തിലായിരിക്കുകയാണ് ബേക്കറി ബോർമ ഉടമകൾ. പ്രതിസന്ധിയിലായ ബേക്കറി മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന കാലമാണ് റംസാൻ.
റംസാനിൽ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഏറെയാണ്. എന്നാൽ പാചകവാതക പ്രതിസന്ധി ഈ മേഖലയെയും സാരമായി ബാധിച്ചു. നോമ്പുതുറ വിഭവങ്ങളായ ചട്ടിപ്പത്തിരി, ഉന്നക്കായ, കായ്പോള, ഏലാഞ്ചി, ബനാന പാക്കറ്റ് തുടങ്ങിയവ എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഗ്യാസ് തന്നെയാണ് ആശ്രയം. എന്നാൽ ഗ്യാസ് കിട്ടാക്കനി ആയതോടെ നോമ്പുതുറ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് പോലും നിർത്തി. തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സാഹചര്യമാണ് ഒന്ന്. അതിനിടയ്ക്ക് വിറകും കൂടെ ആയിക്കോളുക തൊഴിലാളികൾ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മെനുവിൽ ഒരുപാട് മാറ്റം വരുത്തി, ഒരുപാട് ഐറ്റംസ് കുറച്ചിട്ടുണ്ട്. ചട്ടിപ്പത്തിരി, അതുപോലെ ഉന്നക്ക, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഗ്യാസ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റാത്ത ഒത്തിരി ഐറ്റംസ് ഒഴിവാക്കിയിട്ടുണ്ട്. പാചകവാതകം കിട്ടാതായതോടെ വിറകടുപ്പാണ് ആശ്രയം. വിറകടുപ്പിൽ ഉണ്ടാക്കുവാൻ കഴിയുന്നത് സമൂസയും കട്ട്ലറ്റും മാത്രമാണെന്ന് ബോർമ ഉടമകൾ പറയുന്നു. ചില ബേക്കറി ഉടമകൾ ഡീസൽ ഓവനെയും ആശ്രയിക്കുന്നുണ്ട്. ഗ്യാസ് പ്രതിസന്ധി തൊഴിലാളികളെയും ബാധിച്ചിട്ടുണ്ട്. ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ തൊഴിലാളികളെയും വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഉടമകൾ. പാചകവാതക പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഇവർക്കുള്ളത്. ന്യൂസ് 18 ഇടുക്കി. ആഗോള സാഹചര്യങ്ങളെയും യുദ്ധപ്രതിസന്ധികളും കാരണം പാചകവാതക വില കുതിച്ചുയരുന്ന കാലത്ത് സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് അതിന് പരിഹാരം കണ്ടെത്തുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ നടക്കാവിലെ PP നാരായണൻ എന്ന ക്ഷീരകർഷകൻ. തൻ്റെ ഫാമിലെ പശുക്കളുടെ ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് വഴി ഇന്ധന സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. പോലീസ് സേനയിൽ നിന്നും SI ആയി വിരമിച്ച ശേഷമാണ് PP നാരായണൻ പശുപരിപാലനം ആരംഭിച്ചത്. 2020 കേരള സർക്കാരിന്റെ MSDP പദ്ധതി അനുസരിച്ച് ലഭിച്ച 10 പശുക്കളുമായായിരുന്നു തുടക്കം. നിലവിൽ 25 പശുക്കളുള്ള ഫാമിൽ നിന്നും ലഭിക്കുന്ന ചാണകം ഉപയോഗിച്ചാണ് ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ചാണകവും ഫാം കഴുകുന്ന വെള്ളവും നേരിട്ട് ടാങ്കിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിലുള്ള ബയോഗ്യാസ് പ്ലാന്റിന്റെ കപ്പാസിറ്റി കുറവാണ് എന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഏകദേശം 6 ലക്ഷം രൂപ ചെലവിൽ 33 m³ ശേഷിയുള്ള പുതിയ പ്ലാന്റ് നാരായണൻ നിർമ്മിച്ചു. ഇതിലൂടെ ലഭിക്കുന്ന ഗ്യാസ് വീടുകളിലെ ഉപയോഗം കഴിഞ്ഞ് മിച്ചമാണ്. പുതുതായി 25 പശുക്കളെ കൂടി വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. പാചകത്തിന് മാത്രമല്ല, ഫാമിലെ ഫാനുകളും ലൈറ്റുകളും പ്രവർത്തിപ്പിക്കാനും ഗ്ലോബൽ ഗ്യാസ് പ്ലാന്റിൽ നിന്നും സാധിക്കുമെന്ന് നാരായണൻ പറയുന്നു. പുതിയ പ്ലാന്റ് കൂടി പ്രവർത്തിക്കുന്നതോടെ ഗ്യാസ് സിലിണ്ടറുകളാക്കി വിപണനം നടത്താനുള്ള സാധ്യതകൾ തേടുകയാണ് ഇദ്ദേഹം ഇപ്പോൾ. വീടുകളിലേക്കുള്ള ഗ്യാസ് എനിക്ക് കിട്ടും, വർക്ക്ഷോപ്പിലേക്കുള്ള ഗ്യാസ് കിട്ടും, ഈ തൊഴുത്തിലേക്കുള്ള ഫാനും മറ്റും കറങ്ങാനും, ഫാനും ലൈറ്റും ഇതൊക്കെ കറക്കാൻ ആവശ്യമായ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ തന്നെ എനിക്ക് സാധിക്കും. പിന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗ്യാസിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് സിലിണ്ടറാക്കി വിൽപ്പന നടത്താൻ സാധിക്കുമോ എന്ന് ഒരു പരീക്ഷണം കൂടി ഞാൻ നടത്തുന്നു. കഴിഞ്ഞ 6 വർഷമായി തന്റെ ഫാമിൽ ഈ സംവിധാനം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നാരായണൻ ഇന്ധന പ്രതിസന്ധിക്ക് പ്രായോഗികമായ ഒരു ബദൽ മാർഗമുണ്ട് എന്ന് തെളിയിക്കുകയാണ്. മിൽമയുടെ ഡയറക്ടർ കൂടിയാണ് ഇദ്ദേഹം. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുണ്ടാവും. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ.
വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. കാസർഗോഡ് കാഞ്ഞങ്ങാട് പ്രായപൂർത്തിയാകാത്ത യുവാവ് ഓടിച്ച ബൈക്കിടിച്ച് 2 മരണം. കാൽനട യാത്രക്കാരനായ അബ്ദുൾ മജീദും 16-കാരനായ നാഫിക്കുമാണ് മരിച്ചത്. ബൈക്കിൽ പിൻസീറ്റിലുണ്ടായിരുന്ന 17-കാരൻ ഷൈബ് മുഹമ്മദിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 2:30 ആയിരുന്നു അപകടം. KV ബൈജു ചേരുകയാണ്. ബൈജു, ഈ 2:30 മണിക്കൊക്കെ ഈ ചെറുപ്പക്കാർ ഈ ബൈക്കെടുത്ത് എങ്ങോട്ടാണ് പോയത്? രഞ്ജിത്തെ, ഈ നോമ്പ് കാലം ആയതുകൊണ്ട് തന്നെ പുലർച്ചെയൊക്കെ ഇങ്ങനെ ഈ സംസ്ഥാന പാതയാണ് ഇത്. ചന്ദ്രഗിരി കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിലാണ് ഈ അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലത്ത് ഇത്തരം ബൈക്കുകളൊക്കെ യാത്ര പതിവാണ്. എന്തായാലും പുലർച്ചെ 2:30 മണിയോടെ ഉണ്ടായ ഈ അപകടത്തിൽ കാൽനട യാത്രക്കാരനായ വാണിയമ്പാറ സ്വദേശി അബ്ദുൾ മജീദ്, ഒപ്പം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 17 വയസ്സുകാരൻ ലൈസൻസ് ഇല്ല ബൈക്ക് ഓടിച്ച മീനാപ്പി സ്വദേശി നാഫിക് എന്നിവരാണ് മരിച്ചത്. ഈ ഹോസ്റ്റൂർ കടപ്പുറം സ്വദേശി ഷെയ്ഖ് മുഹമ്മദിനെ പരിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ബൈക്കിൽ പിന്നിലിരിക്കുകയായിരുന്നു ഈ ഷെയ്ഖ് മുഹമ്മദ്. ഈ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മജീദിനെ ബൈക്ക് ഇടിക്കുന്ന ഒരു സാഹചര്യമാണുണ്ടായത്. പിന്നീട് ഈ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഏതായാലും ഈ ഗുരുതരമായി പരിക്കേറ്റ ഹാഷിമിന്റെ മകൻ അമൽ ഹാഷിമിനെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ മരിച്ച നാഫിഫും അതുപോലെ തന്നെ പരിക്കേറ്റ ഹാഷിമിയുമാണ് ബൈക്കിലെ യാത്രക്കാരായി ഉണ്ടായിരുന്നത്. രഞ്ജിത്ത്, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. അശ്വതിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് പരാതി നൽകി. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് നഷ്ടമായത്. 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണം മോഷണം പോയി എന്നാണ് ലഭിക്കുന്ന വിവരം. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരാണ്. സാരംഗ്, എന്താണ് സംഭവിച്ചത്? എന്താണ് പരാതിയിൽ പറയുന്നത്? രഞ്ജിത്ത്, ഈ മോഷണം നടന്നിട്ട്, അതായത് ഈ ഒരു കൊട്ടാരത്തിൽ നിന്നും 2 കോടി വിലമതിക്കുന്ന അമൂല്യ ആഭരണങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. അതായത് ഈ ഒരു സ്വർണം എന്നതിലും അപ്പുറത്തേക്ക് നമുക്കറിയാം കൊട്ടാരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിന് മറ്റൊരു പ്രത്യേകത അമൂല്യമായിട്ടുള്ള, അതായത് പഴക്കം ചെന്നിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് 2 കോടി രൂപയിലധികം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് അവിടെ നിന്ന് നഷ്ടമായിരിക്കുന്നത്. നവംബർ മാസത്തിലാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ കൊട്ടാരത്തിലെ മറ്റ് അംഗങ്ങളിൽ ആരെങ്കിലും ഈ ഒരു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം അല്ലെങ്കിൽ ഈ ഒരു ആഭരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൈമാറ്റം വന്നു പോയിട്ടുണ്ടോ എന്ന കാര്യം മനസ്സിലാകാത്തതുണ്ട്. ആ സമയത്ത് പിന്നീടുള്ള അന്വേഷണം, അതായത് കുടുംബാംഗങ്ങളിലേക്ക് അടക്കം അന്വേഷണം വ്യാപിക്കുകയായിരുന്നു. അങ്ങനെ ആ രീതിയിലൊന്നും സ്വർണ്ണാഭരണം ആരുടെയും കയ്യിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടു കൂടിയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പേരൂർക്കട പോലീസിലാണ് ഇപ്പോൾ ഈ കൊട്ടാരാംഗങ്ങൾ പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ, അതായത് ഈ ഒരു സ്വർണം നഷ്ടപ്പെട്ടത് നമുക്കറിയാം ഇതൊരു വലിയ സുരക്ഷാ മേഖലയാണ്. വലിയ രീതിയിലുള്ള പുറമെ നിന്നുള്ള ആൾക്കാർക്ക് അത്ര എളുപ്പത്തിൽ കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിലുള്ള കൊട്ടാരമാണ്. അതുകൊണ്ട് തന്നെ പുറമെ നിന്നുള്ളൊരു മോഷണമാവാനുള്ള സാധ്യത കുറവാണ്. അകത്തു നിന്നുള്ള, അതായത് ഈ ഒരു കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഈ ഒരു സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഈ ഒരു മോഷണത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കത്തിൽ തന്നെ, അതായത് സ്വർണ്ണാഭരണങ്ങൾ കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പരാതി നൽകിയില്ല. കാരണം ഇത് വലിയ കുടുംബമാണ്. മാത്രമല്ല ഇത് മാറ്റിവെച്ചിട്ടുണ്ടോ, അതായത് അവിടെ നിന്നും മറ്റ് അലമാരയിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ മാറ്റിവെച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടായിരുന്നു ആ സമയത്ത് പരാതി നൽകാതിരുന്നത്. ഇപ്പോൾ എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ നമുക്കറിയാം ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, കുടുംബാംഗങ്ങളുണ്ട്, ജോലിക്കാരൊക്കെ നിരവധി ആളുകൾ കാണും, സ്വാഭാവികമാണ്. മോഷണം നടന്നിട്ട് കുറച്ച് നാളായി എന്നാണോ മനസ്സിലാക്കേണ്ടത് സാരംഗ്? ഒന്ന് പരിശോധിച്ച ശേഷം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം പരാതി കൊടുത്താൽ മതിയെന്നായിരുന്നോ തീരുമാനം? നവംബറിലാണ് ഈ ഒരു കാണാനില്ല എന്ന രീതിയിലുള്ള ഒരു സംശയം ഒരു രാജകുടുംബം, അതായത് 3 മാസം അല്ലേ? 3 മാസമായി. തീർച്ചയായും. കാരണം അതിനുശേഷം ഈ ഒരു വലിയ കുടുംബമായതുകൊണ്ട് തന്നെ മറ്റാരുടെയും കയ്യിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത ഇല്ലായിരുന്നു. പക്ഷെ ഇതിലടക്കം പോലീസിന്റെ ഇത്രയും മാസം കഴിഞ്ഞിട്ടാണ് പരാതി നൽകുന്നതടക്കം ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. വലിയ രീതിയിലുള്ള, അതായത് പഴക്കം ചെന്നിട്ടുള്ള പല ആഭരണങ്ങളുമാണ്. അതായത് അത്ര സ്ഥിരമായി ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഒരു
ഈ ഒരു രാജവാഴ്ചയുടെ കാലത്തടക്കം കൈമാറി വന്നിട്ടുള്ള ആഭരണങ്ങളാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പുരാവസ്തു മൂല്യമടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കാക്കിയതിലും അപ്പുറത്തേക്ക് ഇതിനൊരു വിലമതിപ്പ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. നവംബറിലാണ് ഇത് കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ഇപ്പോഴാണ് പരാതി നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിൽ, അത് കുടുംബാംഗങ്ങളിലേക്ക് തന്നെയാണോ അന്വേഷണം എത്തുക എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത് കവടിയാർ കൊട്ടാരം നമുക്ക് എല്ലാവർക്കും അറിയാം, അതീവ സുരക്ഷാ മേഖലയാണ്. നഗര മധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അത്ര എളുപ്പത്തിൽ പുറമേ നിന്നുള്ളൊരു കള്ളന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അകത്തേക്ക് കയറിക്കൊണ്ട് ഈ ഒരു മോഷണം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നടക്കം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കൊട്ടാരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മോഷണങ്ങളിൽ അങ്ങനെയുള്ള ഒരു സാധ്യതയും കൂടി നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും 2 കോടിയിലധികം വിലമതിക്കുന്ന ആഭരണങ്ങൾ, അത് പുരാവസ്തു മൂല്യമുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു കൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു ആഭരണങ്ങളായതുകൊണ്ട് തന്നെ പല മോഡലിലുള്ള, അതായത് പല ഡിസൈനിലുള്ള പല ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്നതായിരുന്നു. എന്തുതന്നെയാലും ഇപ്പോൾ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത വരുന്നതും തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി തുടരുകയാണ്. KS ശബരിനാഥനെതിരെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ വീണ്ടും പോസ്റ്ററുകൾ ഉയർന്നിരിക്കുന്നു. ശബരിനാഥനെ അരുവിക്കരയിലേക്ക് വേണ്ട എന്നാണ് പോസ്റ്ററുകളിൽ പറഞ്ഞിരിക്കുന്നത്. കുടുംബാംഗങ്ങളെ കൊണ്ട് പിണറായി സ്തുതി പാടിച്ച ശബരിനാഥൻ വേണ്ട, നേമത്ത് പരിഗണിച്ചിരുന്ന ശബരിനാഥനെ അരുവിക്കരയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾക്കിടെയാണ് പോസ്റ്റർ പ്രതിഷേധം. VV അരുണുണ്ട്. അരുൺ, തിരുവനന്തപുരത്തെ കോൺഗ്രസിലെ പ്രതിസന്ധി മാറുന്നില്ല എന്താണ് ഏറ്റവും പുതിയ പ്രശ്നം? VV അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നമുക്ക് പോസ്റ്ററുകൾ കാണാം. KPCC ഓഫീസിന് മുന്നിൽ പതിപ്പിച്ച പോസ്റ്ററുകളാണ് ഇത് ശബരിനാഥനെ വേണ്ട എന്നാണ്, അരുവിക്കരയിലേക്ക്. നമുക്കറിയാം നേമത്താണ് നേരത്തെ ശബരിനാഥനെ പരിഗണിച്ചിരുന്നത്. തിരുവനന്തപുരം സെൻട്രലിലേക്കും പരിഗണിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരുവിക്കരയിലേക്ക് ഒരുപക്ഷെ ശബരിനാഥനെ പരിഗണിച്ചേക്കാമെന്നാണ് വിവരങ്ങൾ വരുന്നത്. VS ശിവകുമാർ ഉയർത്തിയ പ്രശ്നം ഒരു വഴിക്ക്, ശബരിനാഥനുമായി ബന്ധപ്പെട്ട പ്രശ്നം മറ്റൊരു വഴിക്ക്. അങ്ങനെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിനൊരു കീറാമുട്ടിയായി മാറുകയാണോ എന്ന സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ശബരിനാഥനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ പോസ്റ്ററുകൾ, ഒരു പോസ്റ്റർ യുദ്ധം തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങൾ അത് കാണാം. ഏതായാലും ശബരിനാഥനെ അരുവിക്കരയ്ക്ക് വേണ്ട എന്നാണ് പോസ്റ്ററുകളിലുള്ളത്. അരുണേ, വിവരങ്ങൾ. രഞ്ജിത്ത്, ശബരിനാഥൻ നേരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ സെൻട്രലിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവിടെ CP ജോണിനെ ആണ് UDF പരിഗണിച്ചത്. കോൺഗ്രസ് ആ സീറ്റ് CMPക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. പിന്നീട് ശബരിനാഥനെ നേമത്ത് മത്സരിപ്പിക്കുമെന്ന ചർച്ചകൾ വന്നു. പക്ഷേ ശബരിനാഥൻ നേമത്തേക്ക് പോകാൻ താല്പര്യമില്ല. ACC സർവേകളിൽ 3 സർവേകളിലും ശബരിനാഥന് അരുവിക്കര നല്ല പേരുണ്ട്, അവിടെ നെഗറ്റീവ് ഒന്നും ശബരിനാഥന്റെ പേരില്ല എന്നൊരു വിവരം കൂടി ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്നാണ് ശബരിനാഥൻ അരുവിക്കരയ്ക്ക് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കിയത്. ഒരു ഉപതെരഞ്ഞെടുപ്പിനും പൊതുതെരഞ്ഞെടുപ്പിനും വിജയിച്ച മണ്ഡലമാണ് ശബരിനാഥൻ. പക്ഷെ അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ G. സ്റ്റീഫനോട് ശബരിനാഥൻ പരാജയപ്പെട്ടു. ശബരിനാഥിന്റെ വലിയ എതിർപ്പ് അവിടെ മണ്ഡലത്തിലുണ്ട്, പ്രാദേശികമുണ്ട് എന്ന കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ ശബരിനാഥൻ വീണ്ടും അരുവിക്കരയിലേക്ക് മാറാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ എതിർപ്പ് ഉയരുന്നത്. മാത്രമല്ല അവിടെ VS ശിവകുമാറിനെ ആ സീറ്റ് നൽകാനുള്ള ഏകദേശ ധാരണയുമായതാണ്. ഏതായാലും അതിനെതിരെയാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്തിന് മുന്നിൽ വലിയ പ്രതിഷേധ സൂചകമായുള്ള ഈ ഫ്ലക്സ് ബോർഡുകൾ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുന്നത്. ശബരിനാഥനെ അരുവിക്കര കളഞ്ഞ നേതാവാണ്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷം ശബരിനാഥൻ അരുവിക്കരെ നോക്കാത്ത നേതാവുമാണ്. അത്തരമൊരാളെ എന്തിനെ അവിടെ കൊണ്ടുവരുന്നു എന്നാണ് ചോദ്യം. മാത്രമല്ല ശബരിനാഥന്റെ ഭാര്യ IAS ഉദ്യോഗസ്ഥ കൂടിയായ പലപ്പോഴും വിജയസായർ മുഖ്യമന്ത്രിയെ പ്രകീർത്തി രംഗത്ത് വന്നു. അത്തരമൊരാളെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസ് പ്രാദേശിക പ്രവർത്തകരുടെ പേരിൽ വന്നിട്ടുള്ള പോസ്റ്ററുകളിലെ പ്രധാന നിലപാട്. ശരി, അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിടാൻ ഇക്കുറി എത്തുന്നത് CPI നേതാവും കയ്പമംഗലം MLAയുമായ ET ടൈസൺ മാസ്റ്ററാണ്. പറവൂർ ഇടതുമുന്നണി ഇക്കുറി തിരിച്ചുപിടിക്കുമെന്നും കയ്പമംഗലത്തെ വിജയ തുടർച്ച തനിക്കിവിടെയും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പറവൂരിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ടൈസൺ മാസ്റ്റർ കയ്പമംഗലത്തിൽ നിന്ന് എത്തുകയാണ്. മാഷ്, എന്തൊക്കെയാണ് പ്രതീക്ഷ പറവൂരിലേക്ക് എത്തുമ്പോൾ? പറവൂരിലെത്തുമ്പോൾ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, നല്ല പ്രതീക്ഷയുള്ള മത്സരമാണ് ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ സർവ്വ ജനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതാണ്.
അത് മാത്രമല്ല 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു കൊടുത്തതാണ്, നല്ല ആശുപത്രി നിർമ്മിച്ചു കൊടുത്താണ്, സ്കൂളുകൾ നിർമ്മിച്ചു കൊടുത്താണ്, നാട്ടുകാർ ആവശ്യപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്തിയാണ്. ആ ഗവൺമെന്റ് അല്ലാതെ ഏത് ഗവൺമെന്റിനെയാണ് നമുക്ക് ഇനി എടുക്കാൻ കഴിയാം? ഉറപ്പായും ഈ പറവൂരിൽ നമ്മൾ വിജയിക്കും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരാളെയല്ലേ നേരിടുന്നത്? യെസ്, ചരിത്രം പരിശോധിക്കും, അപ്പൊ അറിയാം. പല ആളുകളും പല നേരിട്ടതും ഒക്കെ നമുക്കറിയാം. ഇത് ഞങ്ങൾ നാടിന് സമർപ്പിക്കണം. ഞങ്ങൾ ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് സമർപ്പിക്കും. നാട് ഞങ്ങളോട് തിരിച്ച് അതിന് പോസിറ്റീവായിട്ട് ഉത്തരം പറയും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കയ്പമംഗലത്തിന്റെ തുടർച്ചയായിരിക്കും പറവൂരും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് ടൈസൺ മാസ്റ്റർ പങ്കുവയ്ക്കുന്നത്. കയ്പമംഗലത്ത് 2 തവണകളിലായി നേടിയ വിജയ തുടർച്ച അത് ഇനിയും പറവൂരിലേക്ക് കൂടി പടർത്താൻ കഴിയുമെന്ന വളരെ ആത്മവിശ്വാസമാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾക്ക് തന്നെയാണ് CPI ലക്ഷ്യമിടുന്നത്. CPI ആ രീതിയിൽ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ മണ്ഡലം ഏത് രീതിയിലും 2001 നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള മുഴുവൻ ശക്തിയും പ്രചാരണ രംഗത്തുണ്ടാകുമെന്ന സൂചന തന്നെയാണ് തുടക്കത്തിൽ ഇടതുമുന്നണിയും CPIയും നൽകുന്നത്. പറവൂരിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്തിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. പത്രങ്ങളിലെ കിഫ്ബി പരസ്യങ്ങളിലൂടെ സമ്മാനം നേടാൻ അവസരം. കിഫ്ബി പരസ്യങ്ങളിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്വിസ് സംഘടിപ്പിച്ച സർക്കാർ. വാട്സപ്പ് ബോട്ട് വഴിയാണ് ക്വിസിൽ പങ്കെടുക്കാനാകുന്നത്. ഇതിനായി 9072000430 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് എന്ന് മെസ്സേജ് ചെയ്യുക. തുടർന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ക്വിസിൽ പങ്കെടുക്കാൻ സാധിക്കും. വിജയികളെ ആകർഷകമായ സമ്മാനങ്ങളാകും കാത്തിരിക്കുക. നറുക്കെടുപ്പിലൂടെ നേടാം ആകർഷകമായ സമ്മാനങ്ങൾ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം കുൽദീപ് യാദവും ബാല്യകാല സുഹൃത്ത് വംശിക ഛദ്ധയും വിവാഹിതരായി. ഉത്തരാഖണ്ഡിലെ മസൂറിയിലുള്ള ദ സവോയ് ഹോട്ടലിൽ ഇന്നലെ വൈകിട്ടായിരുന്നു വിവാഹ ചടങ്ങുകൾ. ഇന്ത്യൻ ടീമിൽ കുൽദീപിന്റെ സഹതാരങ്ങളായ തിലക് വർമ്മ, റിങ്കു സിംഗ്, യുസ്വേന്ദ്ര ചാഹൽ, മുൻ താരങ്ങളായ സുരേഷ് റൈന, മുഹമ്മദ് കൈഫ്, പീയൂഷ് ചൗള, BCCI പ്രതിനിധികൾ എന്നിവരടക്കം ചടങ്ങിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച നടന്ന മെഹന്തി സംഗീത ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. ചടങ്ങിൽ പ്രശസ്ത സുഫി ഗായകൻ ബിസ്മിലിന്റെ സംഗീത വിരുന്നുണ്ടായിരുന്നു. 2025 ജൂൺ 4 ലക്നൌവിൽ വെച്ചായിരുന്നു കുൽദീപിന്റെയും വംശികയുടെയും വിവാഹ നിശ്ചയം. ഒൻപത് മണി വാർത്ത പൂർത്തിയാവുകയാണ്. നമുക്കിനി ന്യൂസ് ട്രെൻഡ്സ് ആകും ഉണ്ടാവുക. അതിൽ KP അഭിലാഷ് ചേരും.